നമ്മളിപ്പോഴേ ആന്ധ്രാപ്രദേശിലെ ഡിൻഡി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ക്ലബ് മഹീന്ദ്രയുടെ അസോസിയേറ്റ് പ്രോപ്പർട്ടി ആയിട്ടുള്ള RVR റിസോർട്ടിലാണ്. ക്ലബ് മഹീന്ദ്രയുടെ അസോസിയേറ്റ് പ്രോപ്പർട്ടി എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഓൾമോസ്റ്റ് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് ക്ലബ് മഹീന്ദ്ര തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് തോന്നുന്നു. സാധാരണ അസോസിയേറ്റ് പ്രോപ്പർട്ടിയിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളും കൺട്രോളും ഒക്കെയാണ്. ഇവിടെ എല്ലാ എംപ്ലോയീസും ഒക്കെ തന്നെ ക്ലബ് മഹീന്ദ്രയുടെ ബാഡ്ജ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലബ് മഹീന്ദ്ര തന്നെ ചെയ്യുന്ന ഒരു റിസോർട്ടാണെന്നാണ് തോന്നുന്നത്. സോ RVR എന്ന് പറയുന്നത് നിങ്ങൾ പൊതുവേ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു റിസോർട്ടാണ് RVR ഗോദാവരി നദിയുടെ കരയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ്. തൊട്ടടുത്താണ് ഗോദാവരി. നമ്മൾ RVR റിസോർട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലബ് മഹീന്ദ്രയുടെ ഈ അസോസിയേറ്റ് പ്രോപ്പർട്ടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോദാവരി റിസോർട്ട് കാണാം. ഇതാണ് അതിൻ്റെ റിസപ്ഷൻ ഏരിയ. നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള റിസപ്ഷൻ ഏരിയ ആണ് ഇതിനുള്ളത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ വരുന്ന സമയത്ത് കണ്ട ഒരു കാളവണ്ടി അങ്ങനെയൊക്കെയുള്ള രൂപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഫ്രണ്ടിലായിട്ട് ഒരു ആമ്പൽ പോലത്തെ ഒരു ചെടിയുണ്ട്. അതുകൊണ്ട് കണ്ടോ, ഇതാണ് അതിൻ്റെ പേര്, വിക്ടോറിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ചെടി. അതിൽ 10 കിലോ വരെയുള്ള കുട്ടികളെയൊക്കെ ഇരുത്തി ഫോട്ടോ എടുക്കാമെന്നാണ് ഫോട്ടോസ് ഇത് കണ്ടത്. അത് നല്ല അടിപൊളിയാണ്. ഇവിടെ ഒരു ചെറിയൊരു പോണ്ടുണ്ട്. പോണ്ടിനകത്ത് ഫുള്ളായിട്ട് ഈ വിക്ടോറിയ എന്ന് പറയുന്ന ഈ ചെടിയാണ് ആമ്പൽ പോലെ ഇരിക്കുന്നത്. അതിനെ കാണാം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അതിൻ്റെ പൂവുണ്ട് കേട്ടോ, ചെറുതായിട്ട് പൂക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ലൊരു കാഴ്ചയാണ്. നമ്മൾ ഏതാണ്ട് ഈ ഒരു പോണ്ട് കാണുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണിത്. ഇത് റിസപ്ഷനോട് ചേർന്ന് തന്നെ ഇരിക്കുന്ന ആ ഫ്രണ്ടിലുള്ള ഒരു ഏരിയയിലാണ്. ഇനി നമ്മൾ അവിടെ നിന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഫ്രണ്ടിലേക്ക് പോവുകയാണ്. വെളിയിലെ കാഴ്ചകളാണ് നമ്മൾ നടക്കുന്നത്. ഈ സൈഡിൽ കാണുന്നത് എല്ലാം തന്നെ പോണ്ടിനെ ഫേസ് ചെയ്തുകൊണ്ടുള്ള കോട്ടേജുകളാണ്. നേരെ പോകുന്നത് ഒരു ഏരിയയിൽ കുറേ ഗെയിമും ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇരിക്കാനുള്ളൊരു ബെഞ്ചൊക്കെ ഉണ്ട്. നല്ല ഗ്രീനാണ്. പ്യുവർലി നമ്മളൊരു എന്താ പറയുക, മടിക്കേരിയിലേക്ക് റിസോർട്ടിൽ പോകുന്ന സമയത്ത്, ക്ലബ് മഹീന്ദ്ര റിസോർട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. കോട്ടേജസ് എല്ലാം തന്നെ ഉണ്ട്. ഇവിടെ ഒരു ബീച്ച് വോളിബോൾ കളിക്കാനുള്ളൊരു കോർട്ടുണ്ട്. ബീച്ച് വോളിബോളിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടെന്ന് പറയുന്നു. ദെൻ ഇവിടെ ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റി സോണാണ്. അതുകൊണ്ട് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ്, റോക്ക് ക്ലൈമ്പിങ്, ദെൻ പിന്നെ നമ്മുടെ ഈ ഒരു സൈക്ലിങ്, പിന്നെ ഷൂട്ടിങ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഇവിടെ നടത്തുന്നുണ്ട്. ഷട്ടിൽ ബാഡ്മിൻ്റൻ്റെ കോർട്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ആക്ടിവിറ്റി സോണിൽ ഉണ്ട്. അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൻ്റെ കാഴ്ചകളാണിതല്ല. നമുക്ക് റോക്കിൽ കൂടെയൊക്കെ ഇങ്ങനെ പിടിച്ച് ഈ സൈഡിൽ നിന്ന് അപ്പുറത്തോട്ട് പോകാം. നെറ്റിൽ കയറുന്ന ആ ഒരു സംഭവം, ഇതൊക്കെ മിക്കവാറുമുള്ള കുറേ റിസോർട്ടുകളിലൊക്കെ കാണാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഗോകുലാൻഡിലൊക്കെ പോകുന്ന സമയത്ത് ഇത് കാണാം. ഈ സംഭവമൊക്കെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുപോലെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ റിസോർട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഒരു പെയ്ഡായിട്ടുള്ള സംഭവങ്ങളാണെന്ന് അവർ പറയുകയുണ്ടായി. നമ്മൾ അഡീഷണൽ ആയിട്ട് ഓരോന്നിനും നമ്മൾ ചാർജ് കൊടുക്കണം. ഇവിടെ ഒരു പൂൾ ഏരിയ ഉണ്ട്. ഈ പൂള് ഇപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു സാധനമാണെന്ന് തോന്നുന്നു. കാരണം പൂളിലെല്ലാം ഒരു ഗ്രീൻ കളറൊക്കെ വന്നിട്ടുണ്ട്. മെയിൻ്റനൻസ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. ഇതാണ് ആ പൂളിൻ്റെ ഒരു ഏരിയ. അതിൻ്റെ സൈഡിലോട്ട് തന്നെ ഒരു ഷവർ ഏരിയയും ബാക്കി കാര്യങ്ങളുമൊക്കെ ഉണ്ട്. പൂൾ ഏരിയയുടെ ശരിക്കും സ്ഥിതി ചെയ്യുന്ന ഈ ഗോദാവരി നദിയുടെ തൊട്ടടുത്തായിട്ടാണ്. ഈ ചെടികൾ നിൽക്കുന്നതുകൊണ്ടാണ് കാണാത്തത്. ഇവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു എന്താ പറയുക, ഓലയൊക്കെ കൊണ്ട് കെട്ടിയ ഒരു സംഭവം ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ വന്നിരിക്കാം. ഗോദാവരി നദിയൊക്കെ കണ്ടുകൊണ്ട് നമുക്കിവിടെ ഇരിക്കാനുള്ളൊരു സംവിധാനമുണ്ട്. ആക്ച്വലി ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഒരുപാട് കാഴ്ചകൾ ഇതിനകത്ത് കാണിക്കാനുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതാണ് ആ ഒരു ഇരിക്കാനുള്ളൊരു ഏരിയയുടെ കാഴ്ചകൾ. നമ്മൾ തിരിച്ച് പൂളിന് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ച് വരികയാണ്. പൂളിലോട്ടുള്ള വരുന്ന സമയത്തൊക്കെയുള്ള കാഴ്ച നല്ല മനോഹരമാണ്. ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെയാണ് വോളിബോളൊക്കെ ചെയ്യുന്നത്. നമ്മൾ തിരിച്ച് അതിൻ്റെ നടുത്തളത്തിൻ്റെ ഒരു ഏരിയയിലേക്ക് പോകുന്നു. ഇവിടെ നിറയെ ആമ്പൽ പോലത്തെ ചെടികളൊക്കെ ഉണ്ട്. അതിനെ ചുറ്റും കവർ ചെയ്തുകൊണ്ടാണ് RVRൻ്റെ റിസോർട്ടിൻ്റെ ഒരു ഏരിയ. 2-3 ഏരിയ ആയിട്ട് സ്പ്രെഡ് ചെയ്താണ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ആമ്പൽ കുളത്തിന് ചുറ്റുമുള്ള വളരെ മനോഹരമായിട്ടുള്ള റിസോർട്ട്. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കാളവണ്ടി, പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ വ്യൂ ഉണ്ട്. ഒരു ചെറിയൊരു സ്കൂട്ടറിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടോ വളരെ
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഇവിടുത്തെ. ശരിക്കും ഒരുപാട് ആളുകൾ നമ്മൾ ഈ RVR അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇമേജ് കണ്ട് ഈ കാണുന്ന ടൈപ്പിലുള്ള ഒരു കാഴ്ച ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അത്രയും മനോഹരമാണ് അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. രാവിലെ ഒരു 8 മണിയാകുമ്പോഴത്തേക്കും സൂര്യൻ ഉദിക്കുമ്പോൾ ഇതിൻ്റെ പൂവെല്ലാം വിടർന്നു വരും. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഇത് വീണ്ടും ക്ലോസായി പോവും. അങ്ങനെ ഇത്രയും വെള്ളമെല്ലാം ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിലും വളരെ നീറ്റായിട്ടാണ് അവർ റിസോർട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ 1 BR ബെഡ്റൂം ഉള്ള റൂമും അതുപോലെ തന്നെ ഹോട്ടൽ യൂണിറ്റുമാണ് ഇവിടെ ഉള്ളത്. ക്ലബ് മഹീന്ദ്രയുടെ ബുക്കിങ്ങിനകത്ത് വരുന്നത്. മെമ്പേഴ്സിനും നോൺ മെമ്പേഴ്സിനും ബുക്ക് ചെയ്യാം. നോൺ മെമ്പേഴ്സിന് മേക്ക് മൈ ട്രിപ്പിലൊക്കെ കയറി നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ആക്ച്വലി ഡിൻഡി എന്ന് പറയുന്ന സ്ഥലം ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് നമ്മളുടെ കേരളത്തിലെ പോലുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇഷ്ടം പോലെ തെങ്ങ് ഒക്കെ ഉണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ തന്നെയാണ് ഓൾമോസ്റ്റ് ഉള്ളത്. പക്ഷേ കുറച്ചും കൂടെ ചൂട് കൂടുതലാണ്. പക്ഷേ അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ റിസോർട്ടിൻ്റെ എക്സ്പീരിയൻസ് ആണല്ലേ. കൂടുതലായിട്ട് സ്ഥലങ്ങൾ കാണാൻ പോവുകയാണെങ്കിൽ സ്ഥലത്തിന് അത്രയും കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ബീച്ചുകളൊക്കെ ഉണ്ട്. നമ്മളെ ബീച്ചുകൾ തന്നെയാണ് കേരളത്തിലാണ് കുറച്ചും കൂടെ നല്ലത്. പക്ഷേ ഈ ഒരു റിസോർട്ട് എക്സ്പീരിയൻസിന് പറ്റിയ ഒരു സ്ഥലമാണ് ഇത് ഡിൻഡി എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട്. നമ്മുടെ മറ്റുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് കാണാം. ഇതാണ് ഈ റിസോർട്ടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ ഒരു അമ്പൽക്കുളവും അതിൻ്റെ ചുറ്റുമുള്ള റിസോർട്ടിൻ്റെ ഏരിയ. അമ്പലിങ്ങനെ പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ തന്നെ വളരെ മനോഹരമാണ്. രാവിലെ നമ്മൾ ഒരുപാട് ആളുകൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ രാവിലത്തെ ആ ഒരു സമയത്ത്. തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ്. ഡിൻഡിയിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യുക. എന്തായാലും ഓഫറും ഡിസ്കൗണ്ടും ഒക്കെ മേക്ക് മൈ ട്രിപ്പൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അറൗണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് അടക്കം ഒരു 5000 രൂപയൊക്കെ വരുന്ന റൂംസൊക്കെയാണ് ഇവിടെ ഉള്ളത്. യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു ഓപ്ഷനായിട്ട് വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു റിസോർട്ടാണ്. ഈ റിസോർട്ടിനോട് ചേർന്ന്, അതായത് നേരത്തെ ഉണ്ടായിരുന്ന പഴയ റിസോർട്ടിൻ്റെ ഒരു ഏരിയയാണ്. അവിടെ നിന്ന് ചേർന്നുകൊണ്ടൊരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് റിനോവേഷൻ്റെ ഭാഗമായിട്ട് അത് പുതിയൊരു ബിൽഡിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയ. ഈ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് വർക്ക് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു അമ്പൽക്കുളമൊക്കെ കണ്ടുകൊണ്ട് നമുക്കിവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അത് കുറച്ചും കൂടെ റിസോർട്ട് നമ്മൾ ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വന്ന സമയത്ത് കണ്ടോ ഒരു ചെറിയ കാളവണ്ടിയുടെ രൂപവും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ പഴയ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത്. ഇതിനെ അവരെന്തോ ഗെയിം ഏരിയ ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ അവർ പറയുകയുണ്ടായി. ഞാൻ ചോദിച്ചപ്പോൾ ഇതാണ് അവിടെ നിന്നുള്ള വെളിയിലെ കാഴ്ചകൾ. നമ്മൾ ആ നടുത്തളത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്കിവിടെ ഒരു ആട്ട് തൊട്ടിൽ അതാണ് അവിടെ ഉണ്ട്. എല്ലാ ആളുകളും വളരെ മനോഹരമായിട്ട് ഫോട്ടോസും ഒക്കെ അതിലിരുന്ന് എടുക്കുന്നത് കാണാം. ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ. ഇതിൻ്റെ ഈ സൈഡിലുള്ള പാർക്കിംഗ് ഏരിയ ആണത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. പിന്നെ അതിന് പുറമേ തന്നെ നമുക്ക് എന്താ പറയുക, റെസ്റ്റോറൻറ്റിൻ്റെ റിസപ്ഷൻ ഏരിയ ആണ് ഇത്. പാർക്കിംഗ് ഏരിയ, റിസപ്ഷൻ ഏരിയ ഒക്കെ കവർ ചെയ്ത് വരുന്നൊരു ഇതാണ്. നമ്മൾ റൂമിലേക്ക് നടന്നു പോവുകയാണ്. എന്തായാലും ഇതിൻ്റെ റൂമിൻ്റെ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. 1 BR റൂമാണിത്. നമ്മൾ കയറി വരുമ്പോൾ ഒരു ഏരിയ ആണ്. അവിടെ ഒരു കുക്കിംഗ് ഇങ്ങനെയൊക്കെയുള്ള മിനി കിച്ചണുണ്ട്. പിന്നെ ഒരു ബെഡ്, TV യൂണിറ്റ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ എന്തായാലും അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങോട്ട് ചെല്ലുന്നിടത്താണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ കാഴ്ച ഇതാണ്. ബെഡ്റൂം ഒരു ക്യൂൻ ബെഡല്ല, ഡബിൾ ബെഡാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒരു എക്സ്ട്രാ ബെഡും കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ 4 പേര് ഉള്ളതുകൊണ്ട് തന്നെ. അതാണ് ബെഡ്റൂമിൻ്റെ കാഴ്ച. ബെഡ്റൂമിനോട് ചേർന്നുകൊണ്ട് തന്നെ ഒരു ബാൽക്കണി ഉണ്ട്. നമുക്ക് ബെഡ്റൂമിന് വെളിയിലേക്ക് ഇറങ്ങുന്നത് ബാൽക്കണിയിലേക്കാണ് ഇറങ്ങുന്നത്. ഇതാണ് ബെഡ്റൂമിൻ്റെ കാഴ്ച. ബെഡ്റൂമിൽ നമ്മൾ ഇറങ്ങുന്നത് ബാൽക്കണിയിലേക്കാണ്. ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു ആമ്പൽക്കുളത്തിൻ്റെ നടുക്കാണ് ഈ ഒരു റിസോർട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. വളരെ മനോഹരമായിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. തിരിച്ച് നമ്മൾ ബാൽക്കണിയിൽ നിന്ന് നേരെ കയറുന്നത് ഒരു സിറ്റിംഗ്, അവിടെ 2 ചെയറൊക്കെ ഉണ്ട്, ഇരിക്കാൻ വേണ്ടി 2 ചെയറൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ബാൽക്കണി ഏരിയയിലെ കാഴ്ചകളാണിത്. ഇതിൻ്റെ ഏതാണ്ട് ആ സ്ട്രൈറ്റ് കാണുന്ന അവിടെ ഒരു പുതിയൊരു റെയിൽവേ ലൈൻ വരുന്നുണ്ട്. അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ആ റെയിൽവേ ലൈൻ ഗോദാവരി നദിക്ക് കുറുകെയാണ് വരുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ളൊരു തൂണൊക്കെ പൊട്ടി വീണതുകൊണ്ട് കൺസ്ട്രക്ഷൻ അങ്ങനെ നിൽക്കുകയാണ്, മുന്നോട്ട് പോകാൻ നിൽക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്.
അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് കയറി. ഇനി ബാത്റൂമിൻ്റെ അകത്തുള്ള കാഴ്ചകളും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. 1BR റൂം. അതുപോലെ തന്നെ ഹോട്ടൽ യൂണിറ്റിൻ്റെ റൂമിൻ്റെ വിഷ്വൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇതാണ് 1BR റൂമിൻ്റെ കാഴ്ച എന്ന് പറയുന്നത്. ബാത്റൂം ഇതാണ്, ടോയ്ലറ്റിൻ്റെ കാഴ്ച. ഷവർ ഏരിയയൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്, ടവലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ബാത്റൂം എല്ലാം തന്നെ, അത് പറയാതിരിക്കാൻ പറ്റില്ല. വളരെ നല്ല ഒരു ക്ലീനും നീറ്റുമായിട്ട് തന്നെയാണ് അവരുടെ ടോയ്ലറ്റും ബാക്കി എല്ലാമൊക്കെ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം അവിടെ ഷാമ്പുവും കണ്ടീഷണറും ബോഡി ലോഷനും ഒക്കെ ക്ലബ് മഹീന്ദ്രയുടെ തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് ബാത്റൂമിൻ്റെ അകത്ത് ഉള്ള കാഴ്ചകൾ നമ്മുടെ റൂമിൻ്റെ. ഇവിടെ ഒരു ഷവർ ക്യാപ്പും ഒക്കെ വെച്ചിട്ടുണ്ട്. ദെൻ ഡ്രയറുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് നടന്ന് ഹാളിലേക്ക് വന്ന ഹാളിലേക്ക് എത്തി. ഇവിടെ ഒരു ചെറിയൊരു സോഫയും ബെഡാണ്, നമുക്കിവിടെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ റൂമിൻ്റെ കാഴ്ച, 1BR റൂമിൻ്റെ കാഴ്ച എന്ന് പറയുന്നത്. നമ്മൾ തിരിച്ച് വെളിയിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് വെളിയിലുള്ള ചില കാഴ്ചകളോട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ നടക്കുന്നത് പുഴയുടെ കരയിലേക്കുള്ള ആ ഗ്രീൻ ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഒരു നെറ്റൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പുഴയുടെ കരയിലേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ വന്നിരുന്ന ഒരു പുൽക്കൂട് പോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അതിന് ചേർന്നിട്ടാണ്. ഇതാണ് ആ റെയിൽവേ ലൈനിൻ്റെ തൂണുകൾ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ റെയിൽവേ ലൈനിൻ്റെ തൂണുകളുണ്ടെന്ന്. അതൊരു തൂണ് ഇളകിപ്പോയി. ഈ നെറ്റ് കെട്ടിയതിനപ്പുറത്താണ് നമ്മൾ ക്രിക്കറ്റ് കളിക്കാനുള്ള ഏരിയ. തൊട്ടപ്പുറത്ത് ആന്ധ്രാപ്രദേശിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹൗസ് ബോട്ടാണ് കിടക്കുന്നത്. ഇവിടെ നമുക്ക് ബോട്ടെടുത്ത് നമുക്ക് ഇവിടെ നിന്ന് പാക്കേജ് ടൂറ് പോകാവുന്നതാണ്. നിറയെ മാങ്ങയും അതുപോലെ തന്നെ മാവും തെങ്ങും ഒക്കെ ഉണ്ട്. മാവിൽ ഇഷ്ടംപോലെ മാങ്ങയുണ്ട്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇനി നടക്കുകയാണ്. കാഴ്ചകൾ തീരുന്നില്ല, ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. അങ്ങനെ വന്ന സമയത്ത് നമ്മളൊരു ചെറിയൊരു ക്യാബ് കിട്ടി, അതിൽ കയറി നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോവാണ്. ഇവിടെ ലേക്കിനോട് ചേർന്നുള്ള കുറേ കോട്ടേജുകളുണ്ട്. ആ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ ഇലക്ട്രിക് ക്യാബിൽ ബഗ്ഗിയിൽ പോവാണ്. അതിൻ്റെ അപ്പുറത്തായിട്ടൊരു ലേക്കുണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഇങ്ങനെയാണ്. വളരെ മനോഹരമായിട്ട് നമുക്ക് അടുത്ത റിസോർട്ടിൻ്റെ രണ്ടാമത്തെ ഏരിയയിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരു വഴിയുണ്ട്, അങ്ങോട്ടേക്ക് പോവാണ്. നല്ല ദൂരമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാൻ ഇതൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഒരു മണ്ഡപവും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൂടി ഇരിക്കാം. ഇതാണ് ഒരു ചെറിയ മണ്ഡപമുണ്ട്. ഇവിടെ ഒരു കുറേ ലോൺ ഏരിയ, പാർക്കിംഗ് ഏരിയ, ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ ഇടയ്ക്കൊരു റോഡുണ്ട്. ആ റോഡിൽ കൂടെയാണ് ആന്ധ്ര ടൂറിസത്തിൻ്റെ ബോട്ട് ഹൗസിലേക്ക് റിസോർട്ടിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും എത്തുന്നത് ക്ലബ് മഹീന്ദ്രയുടെ അല്ലെങ്കിൽ RVRൻ്റെ രണ്ടാമത്തെ റിസോർട്ട് ഏരിയയിലേക്ക് എത്തുകയാണ്. ഇവിടെ വലിയൊരു പാർക്കിംഗ് ഏരിയ. ഇവിടെയാണ് നമ്മുടെ റെസ്റ്റോറൻ്റൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളുമൊക്കെ കാണാം. ഇത് നേരെ വന്ന് നിൽക്കുന്നത്, നമ്മുടെ വണ്ടി വന്ന് നിൽക്കുന്നത് സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടം വരെയാണ്. അത്യാവശ്യം വലിയ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്, വളരെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഗോദാവരി നദിയുടെ കരയിലേക്ക് ഫേസ് ചെയ്തുകൊണ്ടാണ് സ്വിമ്മിംഗ് പൂള് സ്ഥിതി ചെയ്യുന്നത്. അതിനോട് ചേർന്ന് തന്നെ വളരെ വലിയ ഒരു ഓപ്പൺ ജിമ്മുണ്ട്. സ്വിമ്മിംഗ് പൂളിനോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ ജിമ്മ്, കുറേ ജിം എക്യുപ്മെൻറ്റ്സ് ഇങ്ങനെ ഇവിടെ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാഴ്ചയെന്ന് പറയുന്നത് ഇവിടുത്തെ ലൈറ്റുകളെല്ലാം തന്നെ ഒരുപാട് ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഈ തെങ്ങിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചൊരു തൂണോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടല്ല, തെങ്ങിൽ ലൈറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, അത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. 3 പ്രധാന എൻട്രൻസുകളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് മൂന്നാമത്തെ എൻട്രൻസ്, നമ്മൾ റിസപ്ഷൻ കണ്ട എൻട്രൻസ്. പിന്നെ ആന്ധ്രാപ്രദേശ് ടൂറിസം ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്ന വഴിക്കുള്ളൊരു എൻട്രൻസ്, പിന്നെ മൂന്നാമത്തെ എൻട്രൻസാണിത്. ഈ 3 എൻട്രൻസിലും സെക്യൂരിറ്റി എല്ലാം ഉണ്ട്. അതിൽ ലാസ്റ്റ് എൻട്രൻസിൽ കൂടെയാണ് നമ്മൾ ചെക്കിനൊക്കെ ചെയ്യുന്നത്. ഇവിടെയാണ് കുറേ, അതായത് പുതിയ മോഡേൺ ടൈപ്പിലുള്ള കുറേ റൂമുകളും അതുപോലെ തന്നെ റിസോർട്ടുകളുടെ രണ്ടാമത്തെ ഒരു ഏരിയ ആണിത്. നടന്ന് നമ്മളിങ്ങോട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ഗാർഡനിങ് ഒക്കെ ചെയ്തേക്കുന്നത് കാണാൻ. ലെഫ്റ്റ് സൈഡിലൊരു ആമ്പൽ കുളമൊക്കെ ഉണ്ട്, ആമ്പൽ ഒക്കെ നിൽക്കുന്നൊരു കുളമുണ്ട്. നേരെ കാണുന്നത് ഗോദാവരി നദിയാണ്. ഇതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ സൈഡെല്ലാം കണ്ടുകൊണ്ട് എങ്ങനെ പോവുകയാണ്. ചെടികളും മരങ്ങളും ഒക്കെ നിൽക്കുന്നു, ഇഷ്ടം പോലെ തെങ്ങുകളുണ്ട്. നേരെ കാണുന്നത് കോട്ടേജാണ്. അത് BR അല്ല, ഹോട്ടൽ റൂമിൻ്റെ കോട്ടേജുകളാണ് അത് വരുന്നത്. ഹോട്ടൽ റൂമിൻ്റെ കോട്ടേജുകളിലെല്ലാം ബാൽക്കണി
ഉണ്ട്. ആ ബാൽക്കണി എല്ലാം ഫേസ് ചെയ്തിരിക്കുന്നത് ഗോദാവരി നദിയുടെ ആ ഒരു സൈഡിലേക്ക് കാണത്തക്കവണ്ണമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടെയും കണ്ടോ ചെറിയ ചെറിയ പോണ്ടുകളും അവിടെയെല്ലാം ആമ്പലും ഇഷ്ടം പോലെ ഉണ്ട്. മഴ സമയത്തൊക്കെ ഇവിടെ വെള്ളം കയറുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് ആ കോട്ടേജിൻ്റെ വെളിയിൽ നിന്നുള്ള കാഴ്ച. ഇവിടെ ഒരു കാളവണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് പുഴയുടെ കരയിലായിട്ട് ഒരു കാളവണ്ടിയുണ്ട്. പിന്നെ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഒരുപാട് ബോട്ടുകൾ, ഫിഷിങ്ങിന് പോകുന്ന ബോട്ടുകൾ, അതുപോലെ ആന്ധ്ര ടൂറിസ്റ്റിൻ്റെ ബോട്ടുകളൊക്കെ കാണാം. കണ്ടോ കാളവണ്ടിയിലൊക്കെ ഒരുപാട് പേര് അവിടെ നിന്ന് നേരത്തെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു റെസ്റ്റോറൻറ്റിനോട് ചേർന്നിട്ട് വരുന്ന ഒരു ഏരിയയിലേക്ക് പതുക്കെ നടക്കുകയാണ്. ആ സ്ട്രൈറ്റ് കാണുന്ന ഒരു ഏരിയയിലാണ് റെസ്റ്റോറൻറ്റ് ഉള്ളത്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെ ഒരു ചെറിയൊരു സ്റ്റാൻഡിങ് സ്പേസ് ഉണ്ട്. ഇവിടെയൊക്കെ നിന്ന് കാഴ്ചകൾ കാണത്തക്ക ഉള്ള ഒരു സ്പേസ് ഇവിടെയുണ്ട്. താഴോട്ടിറങ്ങി പോയി കഴിഞ്ഞാൽ ആ ഗോദാവരിയുടെ ഘട്ടിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോകാവുന്നതാണ്. നേരെ AP ടൂറിസത്തിൻ്റെ ഹൗസ് ബോട്ടുകളും ഇവിടെ നിന്നാലും കാണാം. ഇത് AP ടൂറിസ്റ്റിൻ്റെ ഹൗസ് ബോട്ടാണ്. 2 ഹൗസ് ബോട്ട് ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അതിന് പുറമേ തന്നെ 2 പാസഞ്ചർ ബോട്ടുകൾ, ഓപ്പൺ ഡെക്റ്റ് ആയിട്ടുള്ള പാസഞ്ചർ ബോട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് കാണാം. ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ ബെഞ്ചുകൾ, പുഴയെല്ലാം കണ്ടുകൊണ്ട് നമുക്കിവിടെ ഇരിക്കാം. അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നിന്ന് നമ്മൾ നടന്നു പോകുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയയിലേക്കാണ് പോകുന്നത്. നേരെ പോകുന്നതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ബാക്ക് സൈഡിലൊരു മനോഹരമായിട്ടുള്ള ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ആ ലോണിൻ്റെ വ്യൂ ഒന്ന് കാണിക്കാം. ആണ് തെങ്ങെല്ലാം ഇഷ്ടംപോലെ തെങ്ങുകൾ, മനോഹരമായിട്ടുള്ള ലോണ്. റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു എൻട്രൻസ് ഏരിയയാണിത്. അത് സ്ഥിതി ചെയ്യുന്ന കെട്ടിടം RVR എന്ന് എഴുതിയിരിക്കുന്നത്, ഗിണ്ടി RVR എന്ന് എഴുതിയിരിക്കുന്ന കണ്ടോ മനോഹരമായിട്ടുള്ള ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണ്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച, ഈ ലോങ് വ്യൂ, മരങ്ങളൊക്കെ നിൽക്കുന്ന ലോങ് വ്യൂ. അങ്ങനെ നമ്മൾ ഇനി അടുത്ത് കാണിക്കുന്നത് 1BRൻ്റെ റൂമിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ്. സോറി ഹോട്ടൽ യൂണിറ്റിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ്. 1BR ആണ് നമ്മൾ നേരത്തെ കാണിച്ചത്. ഹോട്ടൽ യൂണിറ്റാണ് നമ്മൾ കാണിക്കുന്നത്. ഹോട്ടൽ യൂണിറ്റിനകത്ത് ഉള്ള റൂമെന്ന് പറയുന്നത് കുറച്ച് കമ്പാരിറ്റീവ്ലി അത്രയും വലുപ്പമില്ല, എന്നാൽ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഇതാണ് റൂമിൻ്റെ അകത്തുള്ള കാഴ്ച. ഇവിടെ നമുക്ക് ഉള്ള വ്യൂ ഇങ്ങനെയാണ്. അത്യാവശ്യം ഒരു ക്യൂൻ സൈസ് ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ബാൽക്കണി എന്നുള്ള വ്യൂ ആണിത്. നമ്മുടെ ഗോദാവരി റിവറൊക്കെ കാണാം. നമുക്ക് ഇരിക്കാൻ വേണ്ടി 2 കസേരയുണ്ട്. പിന്നെ ഒരു ബാത്റൂം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇത് കുറച്ചുകൂടെ പുതിയ റൂമാണ്. ബാത്റൂമൊക്കെ കൊള്ളാം. വളരെ വലിയൊരു ബാത്റൂമും ഷവർ ഏരിയയൊക്കെയാണ് ഇതിലുള്ളത്. ഇതാണ് നമ്മുടെ ഹോട്ടൽ യൂണിറ്റിൻ്റെ അകത്തുള്ള കാഴ്ച എന്ന് പറയുന്നത്. വളരെ വലിയ ഒരു ഏരിയ ആണിത്. അപ്പോൾ നമ്മൾ വെളിയിൽ നോക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യൂ ആണ് ഇങ്ങനെ കാണുന്നത്. കുതിരവണ്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോ ആണ്. ഒരുപാട് കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ഓഫ് RVR Club Mahindra. See you in the next video. Bye. Take care.